ഹായ് ഗേയ്സ്, വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് വിന വീഡിയോസ്. ഇന്നത്തെ ജോർദാൻ എപ്പിസോഡ് മൗണ്ട് നെബോയെ കുറിച്ചാണ്. മൗണ്ട് നെബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ ഹോളി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പ്രവാചകനായ മോശയ്ക്ക് ദൈവം വാഗ്ദത്ത ഭൂമി ഇവിടെ നിന്നാണ് കാട്ടിക്കൊടുത്തത്. അദ്ദേഹത്തിന് ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ എപ്പിസോഡിലൂടെ നമുക്ക് ബൈബിളിലെ മോശയുമായി ബന്ധപ്പെട്ട കഥകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കാണാം. മദാബയിലെ മറിയം ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. ഹോട്ടൽ ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. അവിടെ നിന്ന് ആദ്യം ഞങ്ങൾ പോയത് മൗണ്ട് നെബോയിലേക്കാണ്. മൗണ്ട് നെബോയിലേക്ക് 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. മൗണ്ട് നെബോ ജോർദാനിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുപോലെ യൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ മതപരമായ പ്രാധാന്യമുള്ള ഒരു പുണ്യസ്ഥലം കൂടിയാണ്. ജോർദാൻ പാസിൽ മൗണ്ട് നെബോ ഇൻക്ലൂഡഡ് അല്ല. 3 JD-യാണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പ്രാദേശികമായി സിയാഗ എന്നറിയപ്പെടുന്ന മൗണ്ട് നെബോ ജോർദാനിലെ മദാബ എന്ന പ്രൊവിൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 817 മീറ്റർ ഉയരത്തിലാണ് മൗണ്ട് നെബോ. എൻട്രൻസ് കഴിഞ്ഞ് മുകളിലേക്ക് കയറി വരുമ്പോൾ മനോഹരമായൊരു സ്കൾപ്ചർ കാണാം. മില്ലേനിയം മോണുമെൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. 2000-ൽ ജോൺ പോൾ II മാർപ്പാപ്പ ഹോളി ലാൻഡിൽ തൻ്റെ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ അനാവരണം ചെയ്തതാണ് ഈ മോണുമെൻ്റ്. ഇതാണ് അബൂബാദ്. ഫൈസാലിയ എന്ന പഴയ ഗ്രാമത്തിലെ ഒരു ബൈസന്റൈൻ മൊണാസ്ട്രിയുടെ വാതിലായി ഉപയോഗിച്ചിരുന്ന ഒരു ഉരുളൻ കല്ലാണ് അബൂബാദ്. AD 6-ാം നൂറ്റാണ്ടിലെ അതിശയകരമായ മൊസൈക്ക് തറകളുള്ള ബൈസൈൻറ്റൈൻ കാലഘട്ടത്തിലെ പള്ളിയായ മോസസ് മെമ്മോറിയൽ ചർച്ച് ഈ കുന്നിൻ്റെ മുകളിലാണ്. അക്കാലം മുതൽക്ക് തന്നെ ഇവിടം പ്രശസ്തമായൊരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. എന്നാൽ AD 1564 ആയപ്പോഴേക്കും ഈ സ്ഥലം ഉപേക്ഷിക്കപ്പെടുകയും നിരവധി നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെടുകയും ചെയ്തു. ഒടുവിൽ 1993-ൽ ഫ്രാൻസിസ്കന്മാർ ഈ സ്ഥലം വാങ്ങി അവർ ഈ പ്രദേശം ഖനനം ചെയ്ത് പുനഃസ്ഥാപിച്ചു. ഫ്രാൻസിസ്കൻ പുരാവസ്തു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൂടിയാണ് മൗണ്ട് നെബോ. ആ കാണുന്നതാണ് ദി ബ്രാസ് ആൻഡ് സെർപ്പന്റ് സ്കൾപ്ചർ. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു സ്തംഭത്തിലെ ഒരു സർപ്പത്തിൻ്റെ വെങ്കല പ്രതിരൂപമാണ് താമ്രസർപ്പം. മരുഭൂമിയിൽ ഇസ്രായേലിയരെ അഗ്നിസർപ്പങ്ങൾ കടിച്ചപ്പോൾ യഹോവയുടെ നിർദ്ദേശപ്രകാരം മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ നിർമ്മിച്ചുവെന്നും പരിക്കേറ്റവർക്ക് അത് നോക്കി സുഖം പ്രാപിക്കാൻ വേണ്ടി ഒരു സ്തംഭത്തിൽ സ്ഥാപിച്ചുവെന്നും പറയപ്പെടുന്നു. ഇവിടെ നിന്നാണ് മോശ വാഗ്ദത്ത ഭൂമി കാണുന്നത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ ജെറുസലേമും ബത്ലഹേമും എല്ലാം ഇവിടെ നിന്നാൽ ദൃശ്യമാകും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ബിബ്ലിക്കൽ സ്പോട്ട്സ് ആണ് ഇവ. പോപ്പിൻ്റെ സന്ദർശന വേളയിൽ അദ്ദേഹം നട്ട ഒരു ഒലീവ് മരമാണിത്. ഈ കാണുന്നതൊക്കെ ഇവിടെ നിലനിന്നിരുന്ന പഴയ ഒരു മൊണാസ്ട്രിയുടെ അവശിഷ്ടങ്ങളാണ്. ജോർദാൻ പുരാവസ്തു വകുപ്പാണ് ഇവ സംരക്ഷിക്കുന്നത്. മോസസ് മെമ്മോറിയൽ ചർച്ച് ഒരു ആരാധനാലയം മാത്രമല്ല, പുരാവസ്തു കേന്ദ്രം കൂടിയാണ്. മദാബ മൊസൈക്ക് നിർമ്മാണത്തിൽ വളരെ പ്രശസ്തമായ ഒരു പട്ടണമാണ്. പള്ളിയുടെ മൊസൈക്ക് തറയുടെ അടിയിൽ പൊള്ളയായ 6 ശവകുടീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മൊസൈക്ക് തറകളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം കൂടിയുണ്ട്.
ജീസസിൻ്റെ ബാപ്റ്റിസം സൈറ്റിലേക്കാണ് അടുത്ത യാത്ര. പോകുന്ന വഴിയിൽ മനോഹരമായ ചാവുകടൽ കാണാം. ഡെഡ് സീയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണല്ലോ. ഡെഡ് സീയും കഴിഞ്ഞ് ജോർദാൻ നദിയുടെ തീരത്താണ് ബാപ്റ്റിസം സൈറ്റ്, ഇസ്രയേൽ ജോർദാൻ ബോർഡറിൽ. ബദനി ബിയോണ്ട് ജോർദാൻ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അറബിയിൽ അൽ മഖ്ദാസ് എന്ന് പറയും. ഇവിടെ ഓരോ അരമണിക്കൂറും ബാപ്റ്റിസം സൈറ്റിലേക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഷട്ടിൽ ബസ്സുണ്ട്. നമ്മൾ എത്തിയ സമയം കറക്റ്റായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടിയേ ബസ് വരാനുള്ളതായിരുന്നുള്ളൂ. എന്തായാലും സമയം കൊള്ളാം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഓരോ അരമണിക്കൂറിലും ബാപ്റ്റിസം സൈറ്റിലേക്ക് ഷട്ടിൽ ബസ്സുണ്ട്. ബസ്സിൽ 15 മിനിറ്റ് വേണം ബാപ്റ്റിസം സൈറ്റിലേക്ക് എത്താൻ. ഓൺലൈൻ വഴി ജോർദാൻ പാസ് എടുക്കുമ്പോൾ ഈ സ്പോട്ടിലെ ടിക്കറ്റ് കൂടി വാങ്ങിയാൽ 30% ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ 12 JD കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ജോർദാൻ പാസിൽ ഇത് ഇൻക്ലൂഡഡ് അല്ല. കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാൻ ഓരോ ഗ്രൂപ്പിനും ഒരു ടൂർ ഗൈഡും ഉണ്ടാകും. Built at the same place where Jesus himself was baptized by John the Baptist in Jordan. That's the historical place, the archaeological site, which was covered only in 1996. 2 years after the peace agreement between Jordan and Israel. ബസ് ഇറങ്ങി 10 മിനിറ്റോളം നടന്നു വേണം ജോർദാൻ നദിക്കരയിലെത്താൻ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ജോർദാൻ റിവറിൻ്റെ തീരത്താണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ജോർദാൻ റിവർ. ഇതിനപ്പുറത്താണ് ഇസ്രയേൽ. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ഇസ്രയേലിലെ ജെറീക്കോ എന്ന് പറയുന്ന പട്ടണം. അങ്ങനെ ഞങ്ങൾ ബദനി ബിയോണ്ട് ജോർദാൻ എന്ന സൈറ്റിലെത്തി. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണിത്. സ്നാപക യോഹന്നാൻ ജൂതനായ യേശുവിനെ മാമോദിസ മുക്കിയത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. കുറഞ്ഞത് ബൈസന്റൈൻ കാലഘട്ടം മുതൽ ഈ സ്ഥലം ആ നിലയിൽ ആരാധിക്കപ്പെടുന്നു. പലതവണ പുനർനിർമ്മിക്കപ്പെട്ട ഈ സ്ഥലം AD 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തീർത്ഥാടനങ്ങൾ കുറഞ്ഞു വരികയും എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. വിശ്വാസികൾ ചെറുപ്പം മുതലേ തങ്ങൾ ബൈബിളിൽ വായിച്ചു വരുന്നതും കേട്ടുവരുന്നതുമായ സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഈ സ്ഥലം നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം എത്ര വലുതായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്നാപക യോഹന്നാൻ യേശുവിനെ മാമോദിസ മുക്കിയത് ജോർദാൻ നദിയുടെ ഈ ഭാഗത്തായിരിക്കുമെന്നാണ് ഗവേഷകരുടെ നിഗമനം. 1994 ഇസ്രയേൽ ജോർദാൻ സമാധാന ഉടമ്പടിയെ തുടർന്ന് മതചരിത്രത്തിൽ ആഴത്തിൽ താൽപ്പര്യമുള്ള ജോർദാനിലെ ഗാസി രാജകുമാരനാണ് ഈ സ്ഥലം വീണ്ടെടുത്ത് ആർക്കിയോളജിസ്റ്റുകളുടെ സഹായത്തോടെ പുനഃസ്ഥാപിച്ചത്. 1997 ഡോക്ടർ മുഹമ്മദ് വഹീബിൻ്റെ നേതൃത്വത്തിൽ നിരവധി ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടന്നു. ടൂറിസത്തിനുള്ള സാധ്യതകൾ കണ്ടെത്തിയ ജോർദാൻ സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചു. മാമോദിസ സ്നാനഘട്ടവുമായി ചേർന്ന് പുല്ലുകൊണ്ടു മേഞ്ഞ ഒരു പഴയ തടിമണ്ഡപമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പഴയ പല നിർമ്മാണ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ജോർദാൻ നദിക്കരയിൽ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചുണ്ട്. സ്നാപക യോഹന്നാൻ്റെ പേരിലാണ് ഈ ചർച്ച് അറിയപ്പെടുന്നത്. പള്ളിയും കടന്ന് കുറച്ച് കൽപ്പടകൾ ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ ജോർദാൻ നദി കാണാം. ജോർദാൻ്റെയും ഇസ്രയേലിൻ്റെയും നാച്ചുറൽ ബോർഡറാണിത്. ഇസ്രായേൽ ഹമാസ് പ്രശ്നം രൂക്ഷമായിരിക്കുമ്പോഴും ഈ സ്ഥലത്ത് അധികം പട്ടാളക്കാരെയൊന്നും ഇരു രാജ്യങ്ങളും വിന്യസിച്ച് ഞാൻ കണ്ടില്ല. സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജോർദാൻ സൈഡിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരുന്നത് ഇസ്രായേൽ സൈഡിലാണ്. കാരണം ജെറുസലേം, ബെത്ലഹേം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ കൂടുതലാണ്. നൈൽ, ആമസോൺ, നമ്മുടെ ഗംഗ ഒക്കെ പോലെ ചരിത്രത്തിലും മതപുസ്തകങ്ങളിലുമൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു നദിയാണ് ജോർദാൻ നദി. അവിടെ ഇറങ്ങുക എന്നത് എന്നെ സംബന്ധിച്ച് ഒരു അസുലഭ നിമിഷമാണ്. ജോർദാൻ നദിയിലിറങ്ങി കൈയൊക്കെ നനച്ച് ഇസ്രായേലിലേക്ക് കുറച്ച് വെള്ളമൊക്കെ തെറിപ്പിച്ച ശേഷം ഞാൻ തിരികെ കയറി.
എൻ്റെ പുറകിൽ കാണുന്നതാണ് ജോർദാൻ റിവർ. ആ കാണുന്ന വടമാണ് ഇസ്രയേലും ജോർഡാനും തമ്മിലുള്ള അതിർത്തി. അപ്പുറത്തെ കര ഇസ്രയേലാണ്. ഇവിടെ ഇസ്രയേലിൻ്റെ ഫ്ലാഗ് നമുക്ക് കാണാം. നിലവിൽ ജോർദാൻ നദിയുടെ അവസ്ഥ വളരെ ശോകമാണ്. വർഷം തോറും ഇതിലെ നീരൊഴുക്ക് കുറഞ്ഞു വരികയാണ്. ഇവിടെ നിശ്ചിത തുകയടച്ച് വിശ്വാസികളായവർക്ക് മാമോദിസ ചടങ്ങ് നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജോർദാനിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ധാരാളം പച്ചപ്പും മരങ്ങളും ഒക്കെ ഉണ്ട്. ബാപ്റ്റിസം സൈറ്റ് വിസിറ്റിന് ശേഷം ഞങ്ങൾ ഇവിടെയുള്ളൊരു മ്യൂസിയം സന്ദർശിച്ചു. ഒരു സുവനീർ ഷോപ്പും ഈ സ്ഥലത്തു നിന്ന് എക്സ്കവേറ്റ് ചെയ്ത വസ്തുക്കളുമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഞാനൊരു വിശ്വാസി അല്ലെങ്കിൽ കൂടി 3 മതങ്ങളും പുണ്യസ്ഥലമായി കണക്കാക്കുന്ന ഒരിടം സന്ദർശിച്ച സംതൃപ്തിയാൽ തിരിച്ച് മദാബയിലെ ഹോട്ടലിലേക്ക്.